പുഷ്പോത്സവത്തിന്റെ മികച്ച കവറേജിനുള്ള ദൃശ്യമാധ്യമ പുരസ്കാരം കണ്ണൂർ വിഷന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സമ്മാനിച്ചു. മികച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരവും ക്യാഷ് അവാർഡും കണ്ണൂർ വിഷൻ ബ്യൂറോ ചീഫ് മനോജ് മയിലും ഏറ്റുവാങ്ങി. ഏത് പരിപാടികൾ നടന്നാലും അതിൽ മാധ്യമങ്ങളുടെ പങ്ക് വലുതാണെന്ന് മന്ത്രി പറഞ്ഞു. കണ്ണൂരിന് വസന്തമൊരുക്കിയ ഫ്ലവർ ഷോ ജനങ്ങളിലേക്ക് വാർത്തയായി എത്തിച്ച മാധ്യമങ്ങൾക്കും റിപ്പോർട്ടർമാർക്കുമുള്ള പുരസ്കാരം റെപ്കോ മിനി ഓഡിറ്റോറിയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് സമ്മാനിച്ചത്. ലക്ഷക്കണക്കിന് ആളുകളെത്തിയ പുഷ്പോത്സവത്തിൽ മികച്ച കവറേജിനുള്ള ദൃശ്യമാധ്യമ പുരസ്കാരമാണ് കണ്ണൂർ വിഷൻ ലഭിച്ചത്. മികച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം കണ്ണൂർ വിഷൻ ബ്യൂറോ ചീഫ് മനോജ് മയിലിനും ലഭിച്ചു. അച്ചടി മാധ്യമ പുരസ്കാരം സുദിനം പത്രത്തിന് ലഭിച്ചു. രണ്ടാം സ്ഥാനം ദേശാഭിമാനിക്കാണ്. മികച്ച അച്ചടി മാധ്യമ റിപ്പോർട്ടറായി സുദിനത്തിലെ എം അബ്ദുൾ മുനീറിനെ തെരഞ്ഞെടുത്തു. രണ്ടാം സ്ഥാനം ദേശാഭിമാനിയിലെ രാകേഷ് കായലൂരിനും ലഭിച്ചു. ദേശാഭിമാനിയിലെ സുമേഷ് കോടിയത്തൂർ മികച്ച ഫോട്ടോഗ്രാഫർക്കുള്ള പുരസ്കാരം നേടി. മികച്ച ശ്രവ്യ മാധ്യമ വിഭാഗത്തിൽ സമഗ്ര കവറേജിന് ആകാശവാണി കണ്ണൂർ പുരസ്കാരത്തിന് അർഹരായി. ശ്രവ്യ മാധ്യമ റിപ്പോർട്ടർമാർക്കുള്ള പുരസ്കാരം കെ.ഒ. ശശിധരനും സി സീമക്കും ലഭിച്ചു. ഭിന്നശേഷിയുടെ വേദനയെ സർഗാത്മകത കൊണ്ട് മറന്ന് വായിൽ പെൻസിൽ വെച്ച് ചിത്രം വരക്കുന്നതിലൂടെ ശ്രദ്ധേയനായ മാലൂർ സ്വദേശി ദേവതീർത്ത് അമ്മ പ്രജീഷയ്ക്കൊപ്പം പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുത്തു. മനോജ് മയിൽ, കണ്ണൂർ വിഷൻ ക്യാമറാമാൻ ബിജു അഴീക്കോട് എന്നിവരുടെ ചിത്രവുമായാണ് ദേവതീർത്ത് എത്തിയത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചിത്രങ്ങൾ മനോജ് മയിലിനും ബിജു അഴീക്കോടിനും സമ്മാനിച്ചു. സെറിബ്രൽ പാൾസി ബാധിച്ച് ജന്മന നടക്കാൻ പറ്റാത്ത ദേവതീർത്ഥന് ചികിത്സയ്ക്കായി 6 ലക്ഷത്തോളം രൂപ വേണം. നിർധനരായ കുടുംബം ദേവതീർത്ഥന്റെ ചികിത്സയ്ക്കായി സഹായം തേടുകയാണ്. മനോജ് മയിൽ അവാർഡ് തുക ദേവതീർത്ഥന് സമ്മാനിച്ചു. പുരസ്കാരദാന ചടങ്ങിൽ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേ സായി കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി സെക്രട്ടറി വി.പി. കിരൺ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കെ. വിജേഷ്, ടി.പി. വിജയൻ, ആകാശവാണി മുൻ സ്റ്റേഷൻ ഡയറക്ടർ ബാലകൃഷ്ണൻ കൊയ്യാൽ, ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.